ശ്രീമദ് ഭാഗവതം. ഇന്ന് നമ്മൾ 12-ാമത്തെ അധ്യായമായിട്ട് ശ്രീ പരീക്ഷിത്തിൻ്റെ ജനനമാണ് നോക്കുന്നത്. പരീക്ഷിത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് പിന്നീട് അവസാനം പറയുന്നുണ്ട്. എന്നാലും കുറച്ചൊന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം, അപ്പോൾ സഹായകരമായിരിക്കും. അർജുനൻ്റെ, അതായത് അർജുനനാണല്ലോ യുദ്ധം നയിച്ചത്, വില്ലാളി വീരനായ അർജുനൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്താണെന്ന് നമുക്ക് കണ്ടു. അദ്ദേഹത്തിന് മനസാക്ഷിയുണ്ട്. ഇവരെയെല്ലാം കൊല്ലണോ എന്നുള്ള ബന്ധുക്കളെല്ലാം അപ്പുറം നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു യുദ്ധം നടത്തിയിട്ട് ഇങ്ങനെയെല്ലാം നാശം ഉണ്ടായിട്ട് പുതിയൊരു ലോകം ഉണ്ടാക്കണോ എന്നുള്ള എല്ലാം സംശയങ്ങൾ ഉണ്ടായിട്ടാണല്ലോ കൃഷ്ണൻ ഗീത ഉപദേശിച്ചത്. കൃഷ്ണൻ ഗീത ഉപദേശിച്ചിട്ടും അർജുനൻ ശരിക്കും ഉണർന്നിട്ടൊന്നുമില്ല. അർജുനൻ എപ്പോഴാണ് ഉണർന്നത്? തൻ്റെ പുത്രനായ അഭിമന്യുവിൻ്റെ മരണത്തോടു കൂടിയാണ്. അഭിമന്യു എന്ന് പറയുമ്പോൾ അഭിമാനം എന്ന വാക്കിൽ നിന്ന് തന്നെ ഉള്ളതാണ്. ഒരു വ്യക്തി ഇങ്ങനെ എല്ലാം ധർമ്മം ചിന്തിച്ചിട്ട് നേരായ വഴിയിൽ പ്രവർത്തിക്കുന്ന നല്ല വ്യക്തികൾക്കുള്ള ഏറ്റവും വലിയ ഒന്ന് എന്ന് പറയുന്നത് അവരുടെ അഭിമാനമാണ്. അവർക്ക് അഭിമാനത്തിന് ക്ഷതമേൽക്കുമ്പോഴാണ് അവരെന്താകുന്നത്? ആക്റ്റീവ് ആവുക. അതുവരെ ഇങ്ങനെ പല ചിന്തകളും ചെയ്യുന്ന തെറ്റല്, ഇത്രയും പേരെല്ലാം കൊന്നിട്ട് ഇതെല്ലാം വേണോ എന്നെല്ലാം തോന്നും. പക്ഷെ അഭിമാനത്തിന് ക്ഷതമുണ്ടാകുമ്പോഴാണ് ആ ഒരു സമസ്യക്ക് ഉത്തരം കിട്ടുന്നത്. അപ്പോഴാണ് അതിൻ്റെ ഉത്തരം കിട്ടുകയുള്ളൂ. അപ്പോഴേ അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുമ്പോഴേ ഉയരുകയുള്ളൂ. അപ്പോഴേ അതിനൊരു ഉത്തരം കിട്ടുക. അപ്പൊ അർജുനന് അഭിമന്യുവിൻ്റെ ഉത്തരയിലൂടെയാണ് ഒരു കുട്ടി ജനിക്കുന്നത്. ഈ കുട്ടിയാണ് ഈ മഹാഭാരത യുദ്ധം അല്ലെങ്കിൽ 3-ാം ലോകമഹായുദ്ധത്തിന് ശേഷം ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കേണ്ടത്. അപ്പോൾ ഇത്രയും വലിയൊരു മഹാഭാരത യുദ്ധം കഴിഞ്ഞതിൻ്റെ ശേഷം ഉള്ള ഘട്ടം എന്ന് പറയുന്നത് ഒരു പരീക്ഷണ ഘട്ടമാണ്. എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ ആ യുദ്ധം നടന്നത് അത് നടപ്പാക്കുക എന്ന് പറയുന്നത്, ആ യുദ്ധക്കെടുതികൾക്ക് ശേഷം അതിൽ നിന്നും ആ ലക്ഷ്യത്തിലെത്തുക എന്നത് വലിയൊരു പരീക്ഷണ ഘട്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പരീക്ഷത്തിൻ്റെ ജനനത്തിലേക്ക് കടക്കാം. ഒന്നാമത്, ശൗനകൻ അശ്വത്ഥാമാവിനാൽ അയക്കപ്പെട്ട ശൗനക പറയുകയാണ്, അശ്വത്ഥാമാവിനാൽ അയക്കപ്പെട്ട അതിശക്തമായ ബ്രഹ്മാസ്ത്രം ഉത്തരയുടെ ഗർഭം നശിപ്പിച്ചെങ്കിലും ശ്രീകൃഷ്ണൻ വീണ്ടും ഉജ്ജീവിപ്പിച്ചു. ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് കാലമാണ്. അപ്പം ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുക തന്നെ ചെയ്യും. 3-ാം ലോകമഹായുദ്ധത്തിൽ അല്ലെങ്കിൽ മഹാഭാരത യുദ്ധത്തിന് ശേഷം അവസാനത്തിൽ ചിലവർ കയറിയിട്ട് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുക തന്നെ ചെയ്യും. അതിനെ തടുക്കുകയും ചെയ്യും. ഇതെല്ലാം ഒരു പ്ലാനിൽ, ഒരു സീരിയലിൽ ആദ്യം ഒരു സ്ക്രിപ്റ്റെല്ലാം എഴുതിയിട്ട് പോകുന്ന മാതിരിയാണ് കഥ പോവുക. കഥാകൃത്തെല്ലാം എഴുതി ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതുപോലെയാണ് കഥ മുന്നോട്ടേക്ക് പോവുക. അതേമാതിരി ജീവിതം ഇങ്ങനെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അത് പ്രയോഗിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചാലും അത് സമൂഹത്തിന് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുമെങ്കിലും, വലിയ മാരകമായ ജനിക്കുന്ന കുട്ടികൾക്ക് പോലും ആ പ്രശ്നം ഉണ്ടാക്കുമെങ്കിലും അതിനെയെല്ലാം കാലം അതിജീവിക്കുക തന്നെ ചെയ്യും.
അങ്ങനെയാണ് അത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഹിരോഷിമയിലും നാഗസാക്ഷിയിലും ബോംബിട്ടിട്ടും കാലം അതിനെയെല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇതും മുന്നോട്ട് വരിക തന്നെ ചെയ്യും. ഇതിൻ്റെ 2-3 പറയുന്നു, ആ പരീക്ഷത്തിന്റെ ജനനവും ചെയ്തികളും അദ്ദേഹത്തിന്റെ ദേഹത്യാഗവുമെല്ലാം കേൾക്കാൻ ആഗ്രഹമുണ്ട് പറഞ്ഞു തന്നാലും. അപ്പൊ അതും കൂടി ഒന്ന് പറയാൻ വേണ്ടിയിട്ട് അക്കാര്യങ്ങളെല്ലാം ഒന്ന് വിസ്തരിച്ച് പറയാൻ വേണ്ടി പറയുകയാണ്. എന്നിട്ട് 4 അപ്പം സൂതൻ പറയുകയാണ്, ശ്രീകൃഷ്ണ ഉപദേശത്താൽ, അപ്പോൾ ശ്രീകൃഷ്ണൻ ഉപദേശിച്ച പ്രകാരം എല്ലാ ആഗ്രഹങ്ങളും ഉപേക്ഷിച്ചു. എങ്ങനത്തെ കർമ്മം ചെയ്യണം? രാജാവ് എന്ന് പറയുമ്പോൾ തൻ്റെ സ്വന്തം ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിക്കണം, രാജ്യത്തിന് വേണ്ടി, ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം. ഭീഷ്മർ വല്ലതും ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് യുധിഷ്ഠിരൻ ഒരു പിതാവിനെ പോലെ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ലോകത്തെ പരിപാലിച്ചു. ഭരണം ഏറ്റെടുത്തപ്പോൾ ഒരു പിതാവിനെ പോലെയാണ്, പിതാവും മക്കളും. അതാണ് ഒരു വസുദേവ കുടുംബം എന്നൊരു സങ്കല്പം പറയുന്നത്. ആ തരത്തിൽ പരിപാലിച്ചു. എന്നിട്ട് 5-6 പറയുന്നു, കൃഷ്ണനിൽ മനസ്സ് വെച്ച യുധിഷ്ഠിരന്, അതായത് കൃഷ്ണനിൽ പിന്നെ കർമ്മം ചെയ്യുന്നത് രാഷ്ട്രത്തിന് വേണ്ടിയാണ്, കാലത്തിന് വേണ്ടിയാണ്, ആ ലോകത്തിന് വേണ്ടിയാണ്. അതിന് മനസ്സ് വെച്ച യുധിഷ്ഠിരന് വിശന്നവന് ഭക്ഷണം ഒഴിച്ച് മറ്റു വസ്തുക്കൾ പോലെ, വിശന്നവന് ബാക്കി എന്ത് കൊടുത്താലും അതിലൊന്നും വലിയ താല്പര്യമുണ്ട്, അവന് വേണ്ടത് ആദ്യം ഭക്ഷണം എന്ന പോലെ ഈ ഭരണത്തിലൂടെ ഉണ്ടായ ഐശ്വര്യം, യാഗങ്ങൾ, പുണ്യലോകം, രാജ്ഞി, സഹോദരന്മാർ, ഭൂമി, ജംബുദേവിൻ്റെ അത്രയുള്ള പ്രശസ്തി, മേൽക്കോമ പോലെയും സ്വർഗത്തോളം ഉയർന്ന കീർത്തിയെല്ലാം അദ്ദേഹത്തിന് അതുപോലെ തോന്നിയുള്ളൂ. കൃഷ്ണൻ ഈ യുധിഷ്ഠിരനെ പിന്നെ എന്തേ ഉള്ളൂ? കൃഷ്ണൻ ആ കാലത്തെ മാത്രമേ ചിന്തിച്ചുള്ളൂ. അതുകൊണ്ട് ഭരണം നടത്തിയപ്പോൾ ജംബുദ്വീപിൻ്റെ അത്ര മേൽക്കോയ്മയും, അതിൽ നമ്മൾ പ്രപഞ്ചഘടനയിൽ നടുവിൽ വരുന്ന ആ ദ്വീപിൻ്റെ, പിന്നെയോ സ്വർഗത്തോളം ഉയർന്ന നിലയിലേക്കെല്ലാം ഉയർന്നു. ഐശ്വര്യമുണ്ടായി, ഭാര്യയുണ്ട്, രാജ്ഞിയുണ്ട്, പുണ്യലോകമുണ്ട്, സഹോദരങ്ങളെല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടായിട്ട് ഒന്നിലും അദ്ദേഹത്തിന് താല്പര്യമില്ല. അദ്ദേഹം കൃഷ്ണന് വേണ്ടി ഭരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഭരണമാണ് വരാൻ പോകുന്നത്. അവർക്ക് ലോകത്തെ മാത്രമേ ചിന്തയുള്ള ഒരു ഭരണമാണ് മഹാഭാരത യുദ്ധത്തിന് ശേഷം, അല്ലെങ്കിൽ 3-ാം ലോകമഹായുദ്ധത്തിന്. നമ്മൾ അങ്ങനത്തെ ഒരു ലോകത്തിലേക്ക് പോകാൻ പോവുകയാണ്. അവിടെയാണ് നമ്മൾ എത്താൻ പോകുന്നത്. അതാണ് ആ ബ്രഹ്മം വിഭാവനം ചെയ്ത ലോകം. അവസാനം ഒരു സുന്ദരമായ ലോകം. എന്നിട്ട് 7 പറയുന്നു, അമ്മയുടെ ഗർഭത്തിൽ പരീക്ഷത്തിനെ പറ്റിയാണ്. അമ്മയുടെ ഗർഭത്തിലായിരുന്നല്ലോ അപ്പം പരീക്ഷത്തുണ്ടായിരുന്നത്. ആ പരീക്ഷത്തുണ്ടായിരുന്നത് അപ്പോൾ ആ അസ്ത്ര തേജസ്സാൽ, ആ തേജസ്സാൽ അതിനെല്ലാം മൂടിയപ്പോൾ അത് കഥയിലങ്ങനെ പറയുന്നതേ ഉള്ളൂ. എന്തു പറ്റി? ആ കുട്ടി ഒരു പുരുഷ രൂപം അവിടെ കണ്ടു. പുരുഷൻ എന്ന് പറഞ്ഞാൽ വിരാട രൂപം എന്ന വേടത്തിൽ തന്നെ ആക്കണം. ആ ബ്രഹ്മത്തെയാണ് ഒരു രൂപത്തിൽ അവിടെ കണ്ടതെന്ന് പറയുകയാണ്. അത് ബ്രഹ്മമാണ് അതിനെ രക്ഷിച്ചത്. 1, 8, 9, 10 ഒരു പെരുവിരലിൻ്റെ ഓളം പോന്ന പൊന്നിൻ കിരീടമെല്ലാം ധരിച്ച്, മോഹനരൂപം, ശ്യാമളവർണ്ണം, മിന്നൽ പ്രഭയുടെ വസ്ത്രം, നിർവികാരൻ, ഒരു വികാരവും ഇല്ലാത്ത അഴകാർന്ന 4 നീണ്ട ഭുജങ്ങൾ, കയ്യിൽ ഗദ. ആ ഗദയിങ്ങനെ ചുഴറ്റിയിട്ട് ആ സൂര്യനെ എന്ന പോലെ, സൂര്യൻ മഞ്ഞിൽ മാറ്റിക്കളയുന്നത് പോലെ, സൂര്യൻ ചൂട് വരുമ്പോൾ മഞ്ഞെല്ലാം ഉരുക്കി പോകുന്ന പോലെ ആ കയ്യിൽ ഗദയും കൊണ്ട് എന്ത് ചെയ്തു? ആ ജ്വാലകളെയെല്ലാം തട്ടി അകറ്റി ആ രൂപം. അതായത് അത് കഥയിൽ വർണ്ണിച്ചതാണ്. അങ്ങനെയൊന്നും കഥയിലൂടെ ഒരു ആ കുട്ടി പിന്നീട് ഉണ്ടാവുന്ന തലമുറകളെ ആ ശക്തിവിശേഷം അതിൽ നിന്നെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തു. നമുക്ക് അനുഭവമുള്ളത് തന്നെയാണ്. ഹിരോഷിമയിലും നാഗസാക്കിയിലും എല്ലാം
ബോംബെല്ലാം ഇട്ട് എല്ലാം നശിച്ചിട്ടുണ്ട്. തിയറി പ്രകാരം എല്ലാവരും നശിക്കേണ്ടിയാണ്. പക്ഷെ എന്നിട്ട് കുട്ടികൾ രക്ഷപ്പെട്ടു. അപ്പൊ അവിടെ ആരാണ് ഇതേമാതിരി ഗത ചുഴറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് എല്ലാവരും ഗർഭപാത്രത്തിലും കയറിയിട്ട് കൃഷ്ണൻ ഇങ്ങനെ കീടെല്ലാം വന്ന് ആ കുട്ടികളെല്ലാം അത് കണ്ടെന്ന് ചിന്തിക്കുവാന്നെല്ലാം വെച്ച് കഴിഞ്ഞാല് അതെല്ലാം കഥയിൽ വെച്ചിട്ട് അതേപോലെ ഒന്നും ചിന്തിക്കരുത്. അന്ന് രക്ഷപ്പെട്ട കുട്ടികൾ തന്നെയാണ്. അപ്പൊ ആ കുട്ടികളെല്ലാം അവിടെ കടന്ന് കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഗതയായിട്ട്. അത് കവിഭാവനയിൽ പറയുന്നതാണ്. ഇനി 11 അങ്ങനെ ആ പ്രത്യേക സ്വരൂപത്തോടും ഐശ്വര്യാദി ഗുണങ്ങളോടും കൂടി ആ ധർമ്മപാലകനായ ആ സർവശക്തനായ ജ്യോതിസ് ആ ശക്തി ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും ഉത്ഭവിച്ച ആ തേജസ്സിനെ തട്ടിമാറ്റി. അങ്ങനെ ആ ശരീരത്തിൽ നിന്നുള്ള ആ രൂപം പ്രത്യേക സ്വരൂപത്തോടും ഐശ്വര്യാദി ഗുണങ്ങളോടും കൂടിയ ആ ധർമ്മപാലകനായ സർവേശ്വരൻ എന്ത് ചെയ്തു? ബ്രഹ്മാസ്ത്ര തേജസ്സിനെ ആ ബ്രഹ്മാസ്ത്രം എന്ന തേജസ്സിനെ തട്ടിമാറ്റി. 10 മാസത്തെ വളർച്ചയിലൂടെയുണ്ടായ ആ കുട്ടി അത് മറയുന്നത് കണ്ടു. അങ്ങനെ 10 മാസം പൂർത്തിയായി കിടക്കുന്ന കുട്ടിയായിരുന്നു. ആ കുട്ടി എന്ത് ചെയ്യുന്നു? പിന്നെ അതെല്ലാം തട്ടിമാറ്റിയിട്ട് ആ തേജസ് മറയുന്നത് ആ കുട്ടി കണ്ടു. ഇതിന്റെ 12 അത്തരം സർവഗുണങ്ങൾക്കും യോജിച്ച സൂചന നൽകുന്ന അനുകൂല ഗ്രഹങ്ങൾ ഉദിച്ചു നിൽക്കുന്ന സമയത്ത് അങ്ങനെ സർവഗുണങ്ങളും ലഭിക്കുവാൻ എന്തെല്ലാം ഗുണങ്ങളാണോ ആ കുട്ടിക്ക് ലഭിക്കേണ്ടത് അത്തരത്തിലുള്ള അനുകൂല ഗ്രഹങ്ങൾ ഉദിച്ചു നിൽക്കുന്ന സമയത്ത്, അതായത് ജ്യോതിഷപ്രകാരമാണ്, എല്ലാ ഗ്രഹങ്ങളും എല്ലാ ഗുണങ്ങളോടു കൂടി നിൽക്കുന്ന ആ സമയത്താണ് പരീക്ഷിച്ചത് ഈ കൊച്ചുകുട്ടി, പേരിട്ടില്ലല്ലോ, സമയത്ത് പാണ്ഡുരാജാവോ എന്ന് തോന്നുന്ന വിധം പാണ്ഡുരാജാവിനെ പോലെ തോന്നുന്ന വിധം ആ കുട്ടി ജനിച്ചു. അതായത് ആ ശരിയായ ജാതകം, നല്ലൊരു ജാതകമെല്ലാം ഗ്രഹങ്ങളെല്ലാം നല്ല ഉച്ചത്തിൽ ശോഭനമായി നിൽക്കുന്ന സമയത്താണ് ഈ പാണ്ഡുരാജാവ് ജനിച്ചത്. അതായത് അത്രയും വലിയ യുദ്ധമെല്ലാം നടന്നിട്ട് ഒരു ലക്ഷ്യം, നല്ലൊരു ലോകം ഉണ്ടാകാൻ പോവുകയാണ്. ആ ലോകത്തിന്റെ ഉദയമാണ് ഇവിടെ പറയുന്നത്. ഇനി 13-14 തുടർന്ന് യുധിഷ്ഠിരൻ ബ്രാഹ്മണരെ കൊണ്ട് ജാതകകർമ്മം നിർവഹിച്ചു. ജാതകകർമ്മം ബ്രാഹ്മണരെ കൊണ്ട് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള, പ്രപഞ്ച രഹസ്യം മനസ്സിലാകും. ജ്യോതിഷത്തിലൂടെ വേണം പ്രപഞ്ചത്തിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ. ഒരു കുട്ടി ജനിക്കുന്നത് എന്തിനാണ്, അതിൻ്റെ കർമ്മങ്ങൾ എന്തിനു വേണ്ടിയാണ് അവൻ ജനിക്കുന്നത്, അവൻ്റെ ജീവിതത്തിലുള്ള ചെയ്തു തീർക്കേണ്ട കർമ്മങ്ങൾ, ഇതെല്ലാം തന്നെ ജാതകത്തിലൂടെയാണ് എഴുതി വെക്കുന്നത്, മനസ്സിലാക്കാൻ പറ്റുന്നത്. അതറിയുന്നവരാണ് ബ്രാഹ്മണർ. അതായത് ബ്രഹ്മരഹസ്യം മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ്. അവർക്ക് ജ്യോതിഷവും അറിഞ്ഞേ പറ്റൂ. കാരണം കാലചക്രം അങ്ങനെയാണ്. കാലചക്രത്തെ അനുസരിച്ചിട്ടുള്ളതാണ് ജ്യോതിഷം. അപ്പോൾ അതെന്ത് ചെയ്തു? അവരെ കൊണ്ട് ജാതകകർമ്മം നിർവഹിച്ചു. ആ ചെയ്തവർക്ക് അവർക്ക് യോജിച്ച സ്വർണം, പശു, ഭൂമി, ആന, മൂലാവയെല്ലാം സ്വാദിഷ്ടമായ ഭക്ഷണത്തോടൊപ്പം അവര് നൽകി. ഇതിൻ്റെ 15, 16, 17 അപ്പോൾ ബ്രാഹ്മണരെന്ത് പറഞ്ഞു? കുരുവംശത്തിൽ ജനിക്കേണ്ടതായ ഈ കുട്ടി അത് ജനിക്കണം. അതിനെ തടസ്സപ്പെടുത്തുവാൻ ഒരു ശക്തിക്കും ആവില്ല. കാരണം അത് ജനിക്കേണ്ടത് ഒരു നിശ്ചയമാണ്. ആ ജനനത്തെ തടുത്തു നിർത്താനാവതല്ല. അങ്ങനെയുള്ള വിധിയോഗത്താൽ, അങ്ങനെ ഒരു വിധിയാണുള്ളത്. അതൊന്നും എന്ത് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചാലും തടുക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു വിധിയാണ് അതുള്ളത്. ആ പറഞ്ഞതിനർത്ഥം പ്രപഞ്ചം എന്തിനാണ് ബ്രഹ്മം സൃഷ്ടിച്ചതിനാണ് ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം.
അവസാനം അധർമ്മികളെയെല്ലാം കൊന്നിട്ട് വേണം ഒരു സുന്ദരമായ വസുദേവ കുടുംബം ഉണ്ടാക്കാൻ. അപ്പം ഈ ഭാവി തലമുറ അങ്ങ് ബ്രഹ്മാസ്ത്രത്തിൽ നശിച്ചു പോയാൽ പിന്നെ ഉണ്ടാവില്ലല്ലോ. അപ്പം അതൊന്നുമല്ല, അത് ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട് ആരെല്ലാം ജീവിക്കണം, ആരെല്ലാം ജനിക്കുക. അതിനെ കൊണ്ട് ബ്രഹ്മാസ്ത്രത്തെ കൊണ്ടൊന്നും തടുക്കാനൊന്നും പറ്റില്ല. നമ്മളത് കണ്ടു തന്നെയാണ്. ഹിരോഷിമ നാഗസാക്കിയിൽ തലമുറയെ ജനിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഇതിനെയൊന്നും തടുക്കാവതല്ല, അത് വിധി നിശ്ചയമാണ്. പക്ഷേ എങ്കിലും ഒരു സ്തംഭനമുണ്ടായപ്പോൾ, അപ്പം തടഞ്ഞു നിർത്താനാവാത്ത വിധിയാണത്, ഈ കുട്ടി ജനിക്കണമെന്നത്. പക്ഷേ ഒരു സ്തംഭനമുണ്ടായപ്പോൾ എന്തു ചെയ്തു? വിഷ്ണു തന്നെ നേരിട്ടിടപെടുകയും, ഇവർക്ക് വേണ്ടി വിഷ്ണു തന്നെ നേരിട്ടിടപെടുകയും, എന്നിട്ട് ജനിച്ച കൊച്ചാണ് ഇത്. വിഷ്ണു തന്നെ നേരിട്ടിടപെട്ടിട്ട് ഉണ്ടായ കൊച്ചാണ് ഇത്. അതുകൊണ്ട് വിഷ്ണുരാധൻ എന്ന് പേര് കൊടുക്കുകയും ചെയ്തു. ഇവൻ്റെ പേര് വിഷ്ണുരാധൻ എന്നറിയും. വിഷ്ണുരാധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവിനാൽ നൽകപ്പെട്ടവൻ എന്ന അർത്ഥത്തിൽ. അവിടെ എന്താണ്? കാലം തന്നെയാണ്. ഇത്രയും വലിയ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചാലും മൂന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം, അല്ലെങ്കിൽ മഹാഭാരത യുദ്ധത്തിന് ശേഷം എന്തുണ്ടാകും? ആ ഭാവി തലമുറ ഉണ്ടാവുക തന്നെ ചെയ്യും. അത് കാലത്തിൻ്റെ സംഭാവനയാണ്. അതുകൊണ്ടാണ് വിഷ്ണുരാധൻ എന്ന പേര് കൊടുത്തത്. വിഷ്ണുവാൻ നൽകപ്പെട്ടവൻ എന്ന നിലയിൽ അവൻ പ്രസിദ്ധനാവുകയും എന്നും പറഞ്ഞു. അപ്പോൾ യുധിഷ്ഠിരന് എന്തുണ്ട്? ഒരാഗ്രഹമുണ്ട്. കാരണം യുദ്ധം നടത്തിയിട്ട് ഭാവി തലമുറ ഇവരിലൂട്ടിയല്ലേ വരുന്നത്. അപ്പം ഇവൻ കീർത്തിമാനാകുമോ? എൻ്റെ ഭാവി തലമുറ, ഇനി ഉണ്ടാകുന്ന തലമുറ അത്രയും കീർത്തിയുള്ളവനാകുമോ എന്നുള്ളത് ചോദിക്കുകയാണ്. ഇവൻ മഹാത്മാക്കളും കീർത്തിമാന്മാരുമായിരുന്ന സ്വവംശത്തിലെ നല്ലവരാൽ സ്വവംശത്തിലെ, ഈ അവൻ്റെ വംശം എന്ന് പറഞ്ഞാൽ വലിയ മഹാരഥന്മാരെല്ലായിട്ട് ഉണ്ടായവരാണ്, എല്ലാം ഉള്ളവരാണ്. ഈ കുട്ടി എന്തായിരിക്കണം? ആ വംശത്തിലെ നല്ലവരാൽ പുകഴ്ത്തപ്പെടുന്ന കീർത്തിമാനായി മാറുമെന്ന് കരുതാമോ? നല്ലവർ പുകഴ്ത്തണം. കാരണം പുകഴ്ത്തുന്ന സാധാരണ ആൾക്കാർ ഇപ്പം യൂട്യൂബിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മോശമായ ആൾക്കാരെ പിന്നാലെയാണ്, അധർമ്മമെല്ലാം ചെയ്തവരുടെ പിന്നാലെയാണ് ജനം വച്ച് കെട്ടിപ്പിടിക്കുക, അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട്. കാരണം കുറേ പണം ഉണ്ടാകും കൈമേൽ അങ്ങനെയുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഒന്നും പുകഴ്ത്തേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല ആൾക്കാർ പുകഴ്ത്തിയാൽ മതി. അപ്പം നല്ലവരാൽ പുകഴ്ത്തപ്പെട്ട കീർത്തിയുള്ളവനായി മാറുമെന്ന് കരുതാമോ എന്ന് ബ്രാഹ്മണരോട് ചോദിക്കുകയാണ്. അപ്പോൾ ആ ബ്രാഹ്മണര് ഏത് നോക്കിയിട്ടാണ് പറയുന്നത്? ജാതകം നോക്കിയിട്ടാണ് പറയുന്നത്. അപ്പം ജാതകത്തിൽ എന്താണ്? ആ കുട്ടിയുടെ എല്ലാ സ്വഭാവം എങ്ങനെയാണ് ഇനി ഉണ്ടാവേണ്ട കുട്ടി. അപ്പം നമുക്ക് ഒന്ന് മനസ്സിലാക്കണം, ഇതുവരെയുള്ള യുഗങ്ങളിലൂടെ കൃതയുഗം തുടങ്ങി പൂർണ്ണ അവതാരമാണ് കൃഷ്ണൻ. ഇപ്പം കലിയുഗത്തിലാണ് ശരിയായ പൂർണ്ണമായ അവതാരം വന്നിരിക്കുന്നത്. അപ്പോഴുണ്ടാകുന്ന പ്രജ അല്ലെങ്കിൽ ജനം, അപ്പോഴുള്ള സംസ്കാരം, അല്ലെങ്കിൽ അപ്പോഴുള്ള ഭരണം എങ്ങനെയായിരിക്കും? എല്ലാം തികഞ്ഞവർ. ആ ഭരണാധികാരി എന്തായിരിക്കും? എല്ലാം തികഞ്ഞവർ ആയിരിക്കും. ആ സമൂഹവും അത്രയും ഇതുവരെ ഉണ്ടായതിലുള്ള എല്ലാ ഗുണങ്ങളും അവനിൽ കാണും എന്ന നിലയിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. മനുവംശത്തിലെ, അപ്പോൾ ആദ്യം മനുവംശത്തിൽ നിന്ന് തന്നെ തുടങ്ങി ഇക്ഷ്വാകു മഹാരാജാവിനെ പോലെയും അവൻ്റെ ഗുണങ്ങളും, പ്രജാപാലകനായ ദശരഥപുത്രൻ രാമനെ പോലെ പ്രജകളെ പറ്റി ചിന്തിക്കുന്നവൻ, ജനങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവൻ രാമനെ പോലെ. അപ്പം രാമൻ്റെ ഗുണഗണങ്ങളും ബ്രാഹ്മണ ഭക്തനും, അതായത് ബുദ്ധിമാന്മാരെയെല്ലാം അംഗീകരിക്കുന്നവരും, സത്യസന്ധനും ആയിരിക്കുമെന്ന് 20 പറയുന്നു. അതിൻ്റെ വർണ്ണന തന്നെയാണ് 21 ശിബി മഹാരാജാവിനെ പോലെ ദാനശീലൻ, അത് 20
സിദ്ധി മഹാരാജാവിനെ പോലെ ദാനശീലനും ശരണാഗത വത്സലനുമായിരിക്കും. എല്ലാവർക്കും ശരണം നൽകുന്ന, എല്ലാവരുടെ കാര്യം നോക്കി നടക്കുന്ന രാജാവായിരിക്കും. ദുഷ്യന്തപുത്രനായ ഭരതനെ പോലെ കീർത്തിയുണ്ടാകും. അപ്പൊ നല്ല കീർത്തിയുള്ളവനാണ്. 2 അർജുനന്മാർക്ക് തുല്യം വില്ലാളി വീരനായിരിക്കും. 2 അർജുനന്മാർക്ക് തുല്യം വില്ലാളി വീരനായിരിക്കും. അഗ്നിയെപ്പോലെ തേജോമയനും, അവനെ ആർക്കും അതിക്രമിക്കാൻ കഴിയില്ല. സമുദ്രം പോലെ അലംഘ്യനും, സിംഹം പോലെ പരാക്രമിയും, ഭൂമിയെപ്പോലെ ക്ഷമയുള്ളവനും. ഇതെല്ലാം 20, 21, 22, 23, 24, 25 പോലെ. മാതാപിതാക്കളെ പോലെ സഹനശക്തിയുള്ളവനും, സമത്വത്തിൽ ബ്രഹ്മദേവനെ പോലെ എല്ലാവരെയും സമനായിട്ടാണ് കാണുക. അതാണ് ഞാൻ പറഞ്ഞത്, വസുദേവ കുടുംബം. ബ്രഹ്മം സൃഷ്ടിക്കുമ്പോൾ എല്ലാറ്റിനെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഓരോ ധർമ്മത്തിന് വേണ്ടിയാണ്. അപ്പം ബ്രഹ്മത്തിന് എല്ലാവരും എന്താണ്? ബ്രഹ്മദേവന് എല്ലാവരും എന്താണ്? ഒരേ ആവശ്യമനുസരിച്ചാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, ഗുണങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഒരു കാറുണ്ടാക്കുമ്പോൾ നട്ടിൻ്റെ ഗുണം ഉണ്ടാകും, ബോൾട്ടിൻ്റെ ഗുണം ഉണ്ടാകണം, വാതിലിൻ്റെ ഗുണം ഉണ്ടാകണം. ആവശ്യമനുസരിച്ച് ഗുണങ്ങൾ കൊടുത്തിട്ട് സൃഷ്ടിച്ചതാണ്. അല്ലാതെ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ഇരുമ്പിനെ കൊണ്ടല്ല, മറ്റേ മെറ്റീരിയൽസ് കൊണ്ട് തന്നെയായിരിക്കും. പക്ഷെ ഓരോന്നിന് എന്ത് ഗുണം വേണോ അതിനനുസരിച്ച് ഉണ്ടാക്കിയാണ് ബ്രഹ്മദേവൻ ചെയ്യുന്നത്. ഇപ്പം ബ്രഹ്മദേവനെക്കാളായിട്ട് ഏതുപോലെ ചിന്തിക്കാം. നമ്മളൊരു കാർ ഉണ്ടാക്കുമ്പോൾ നട്ട് ഉണ്ടായാലല്ലേ കാറ് ടയർ ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടയർ മഹത്വമൊന്നുമില്ല, നട്ടുണ്ടെങ്കിലേ ടയർ അവിടെ നിൽക്കുകയുള്ളൂ. അപ്പോൾ അതുപോലെ എല്ലാത്തിനും സമപ്രാധാന്യം കൊടുക്കുന്ന, എല്ലാത്തിനും ഇപ്പോൾ റോക്കറ്റ് വിടുമ്പോൾ അതിനകത്തുള്ള ഏതെങ്കിലും ഒരു പാർട്ട്, ഇപ്പം ഇതിനിടയ്ക്ക് റോക്കറ്റ് വിട്ടപ്പോൾ ഏതോ ഒന്നിൻ്റെ ചെറിയൊരു പ്രശ്നം കൊണ്ടാണ് അത് മൂക്കൂത്തി താഴത്തോട്ട് വന്നത്. അത് ചിലപ്പോൾ നട്ടായിരിക്കും, ചിലപ്പോൾ ലൂസായി പോയിട്ടുണ്ടാകും. അതുകൊണ്ട് ഈ ഉണ്ടാകുന്ന മനുഷ്യരിലൊന്നും സ്വഭാവം ഓരോ ആവശ്യം അനുസരിച്ച് ഓരോ ഗുണം കൊടുത്തെന്ന് വെച്ചിട്ട് ഇവർ തമ്മിൽ ഉച്ചനീചത്വമൊന്നും ആർക്കില്ല. ബ്രഹ്മാവിനെ സൃഷ്ടികർത്താവിനില്ല. സൃഷ്ടികർത്താവിനെ എല്ലാം അതിൻ്റെതായ ഗുണത്തിൽ നോക്കിയിട്ട് തന്നെ ഉണ്ടാക്കും. അപ്പം സമത്വവും അങ്ങനെ കാണണം. ലോകത്തിലുള്ള എല്ലാവരെയും, മനുഷ്യരെയും, ഓരോ മനുഷ്യനും ഓരോ കർമ്മമുണ്ട്. ആ കർമ്മം അവനാണ് ചെയ്യേണ്ടത്. അതിന് ആ പ്രാധാന്യം, അതിനുവേണ്ടി ആ ഗുണമുള്ള വ്യക്തിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം എല്ലാവരും തുല്യരാണ്. ഒരു കുടുംബത്തിലെ അംഗം, ഓരോ ആൾക്കാരും അവരുടെ കർമ്മം ചെയ്യുന്നു. ബ്രഹ്മദേവനെ പോലെ സമത്വവും പ്രസാദിപ്പിക്കുന്നതിൽ ശിവനാണ് എല്ലാം നൽകുന്നത്. ആർക്ക് വേണ്ടതും. ശിവൻ എന്ന് പറഞ്ഞാൽ ആറ്റങ്ങളിലൂടെയാണ്. ഈ പ്രപഞ്ചം ഉണ്ടായ മുഴുവൻ ആറ്റങ്ങളിലൂടെയാണ്. ലക്ഷ്മിപതിയെ പോലെ ആശ്രിതനും, അതായത് ലക്ഷ്മിപതിയാണ് എല്ലാവർക്കും ആശ്രയം നൽകുന്നത്. അതിന് പക്ഷപാതമൊന്നും ഇല്ല. എല്ലാ ഗുണവും ചേർന്നതിന്, ഈ എല്ലാ ഗുണവും ചേർന്നിട്ടുള്ളത് ഏതിലാണുള്ളത്? കൃഷ്ണനാണ്. അപ്പം കൃഷ്ണനെ പോലെയൊന്നും പറഞ്ഞാലും മതി. കാരണം പൂർണ്ണ അവതാരമാണ് കൃഷ്ണൻ. അപ്പം എല്ലാ ഗുണങ്ങളും, ഇങ്ങനെയുള്ള എല്ലായിടത്തുമുള്ള ഗുണങ്ങളെല്ലാം ആരിൽ ചേർന്നിട്ടുണ്ടോ അത് കൃഷ്ണനിലാണ്. കാരണം പൂർണ്ണ അവതാരമാണ്. അപ്പം കൃഷ്ണനെ പോലെയെന്ന് ചുരുക്കി പറയും. പിന്നെയോ ധർമ്മനിഷ്ഠയിലെ യായതി പോലെയും, സ്ഥൈര്യം കൊണ്ട് മഹാബലി പോലെയും. സ്ഥൈര്യം എന്ന് പറയുമ്പോൾ ഉറച്ച ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നടപ്പാക്കുന്നു. വൃദ്ധജന ഉപാസകനെയും, വൃദ്ധജനങ്ങളെ, അതായത് ആ സമൂഹത്തിൽ വൃദ്ധജനങ്ങളെല്ലാം അതുപോലെ പരിപാലിക്കും. ഇന്നത്തെ നമ്മളെ സമൂഹത്തിൽ വൃദ്ധന്മാരുടെ അവസ്ഥ അറിയാലോ. മക്കൾ തിരിഞ്ഞു നോക്കുമല്ലോ എന്നുള്ളതല്ല, മക്കളെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം, മക്കളല്ല വൃദ്ധന്മാരെ പരിപാലിക്കേണ്ടത്. ഒരു രാഷ്ട്രത്തിൻ്റെ സംഭവത്താണ് ഈ വൃദ്ധജനങ്ങൾ. സമൂഹത്തിന് സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് അവൻ്റെ ജീവിതം ചെലവഴിച്ചത്. മക്കൾക്കും വീട്ടുകാർക്കും വേണ്ടി മാത്രമൊന്നുമല്ല. ഈ മക്കളും വീട്ടുകാർക്കും ആർക്ക് വേണ്ടിയാണ്? ലോകത്തിന് വേണ്ടി. അവരുണ്ടെങ്കിലല്ലേ നാളെ ലോകത്തിലെ പുരോഗതി ഉണ്ടാവുക. അപ്പോൾ ഇവിടെയുള്ള ഓരോ ജനങ്ങളെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്?
ഭരണത്തിനാണ്. അല്ല അച്ഛനും ഒക്കെ അല്ല മക്കളെ നോക്കേണ്ടത്. ഈ മക്കൾ ആർക്ക് വേണ്ടിയാണ് വേണ്ടത്? നാളെ ലോകത്തിന്റെ കർമ്മങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ്, ഭരണം നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയാണ് ഈ മക്കൾ. അതിന് ഉത്തരവാദിത്തം അച്ഛൻ്റെ അമ്മേൻ്റെ അല്ല തലയിൽ എടുക്കേണ്ടത്. ഉത്തരവാദിത്തം രാഷ്ട്രത്തിന്റെ ഭരണത്തിന്റെ തലവനാണ്. അപ്പൊ ഈ തലമുറ വയസ്സായ ഒരു വ്യക്തി വയസ്സായിട്ടുണ്ടെങ്കിൽ അവരെ പരിപാലിക്കണം. അവരെ സേവനം മുഴുവൻ രാഷ്ട്രത്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ല വീട്ടുകാർക്ക് വേണ്ടിയല്ല. വീട്ടുകാർക്ക് വേണ്ടി എത്ര സമയമാണ് ചെലവിടുന്നത് എന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെ ജീവിതം തന്നെ ഒരു ഓഫീസിലെ ജോലിയാണെന്ന് വെച്ചോളൂ. രാവിലെ എണീറ്റാൽ തിരക്ക്, ഓഫീസിൽ പോയി ജോലി ചെയ്യാൻ വേണ്ടി. ഇനി വീട്ടുകാരോട് ഇപ്പം എത്ര കാലം ചെലവിടാൻ പറ്റും? അധികാരവും ട്രാൻസ്ഫർ ആയിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും, അല്ലെങ്കിൽ ഗൾഫിലെല്ലാം പോയിട്ട് വല്ലവനെയും സേവിക്കുകയായിരിക്കും. കിട്ടുന്ന പണം അയച്ചുകൊണ്ട്. പക്ഷെ അവൻ്റെ ശരീരവും മനസ്സും എല്ലാം ആർക്കാണ് പോയി ചെലവാക്കുന്നത്? രാഷ്ട്രത്തിന് വേണ്ടിയാണ്. ഇപ്പം വയസ്സന്മാരെ നോക്കേണ്ട മക്കളുടെ കാര്യമൊന്നുമല്ല, രാഷ്ട്രം ഭരണാധികാരികളാണ്. അതുകൊണ്ടാണ് വൃദ്ധജനങ്ങളുടെ ഉപാസകനും. രാഷ്ട്രം ഏറ്റെടുക്കണം. മക്കളെ ജനിക്കുമ്പോൾ കുട്ടികളെ മുഴുവൻ രാഷ്ട്രം ഏറ്റെടുത്തിട്ട് നാളത്തെ കർമ്മത്തിന് വേണ്ടി അവനെ ട്രെയിൻ ചെയ്ത് എടുപ്പിച്ചിട്ട് കർമ്മം ചെയ്യിപ്പിക്കുന്ന തരത്തിൽ വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിനാണ്. അച്ഛനമ്മമാർ തോന്നുന്നമാതിരി പഠിപ്പിച്ചു വിട്ടിട്ട് കാര്യമില്ല. കാരണം അവരുടെ നാളെ രാഷ്ട്രത്തിനാണ് ഉപയോഗിക്കാൻ പോകുന്നത്, രാഷ്ട്രമാണ് അവരെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ കുട്ടിയിലെയും കഴിവുകളെയും മനസ്സിലാക്കിയിട്ട് രാഷ്ട്രമാണ്. അല്ലാതെ അച്ഛനമ്മമാർ അവർക്ക് തോന്നുന്നവർ ഇന്നാ പിടിച്ചോന്നും പറഞ്ഞ് രാഷ്ട്രത്തിന് വിടുമ്പോൾ അവനവിടെ പോകുമ്പോൾ അവൻ്റെ ആവശ്യം അവിടെയില്ല. നമ്മൾ മക്കളെ എന്തെല്ലോ പഠിപ്പിച്ചു വിടും, ആടെ എത്തുമ്പോൾ ജോലിയില്ല, ഒരു ചുക്കുമില്ല. അച്ഛനമ്മമാർ തോന്നുന്നു എല്ലാം ഡോക്ടറായി കളയാന്ന്, എല്ലാം ഡോക്ടറും എഞ്ചിനീയറും ആക്കാൻ വേണ്ടി പഠിപ്പിച്ചു വിട്ട് എങ്ങനെയല്ലോ പൈസ എല്ലാം കൊടുത്ത് തട്ടി പിടിച്ച് പഠിപ്പിച്ച് മക്കൾ സപ്ലി ആയിട്ട് നടക്കും. ഒരു ഉത്തരവാദിത്വം ഇല്ല. കാരണം മക്കൾക്ക് അച്ഛനമ്മമാർക്ക് ഡോക്ടറാക്കണം, എഞ്ചിനീയർ. ഈ ഡോക്ടറായാൽ നാട്ടിൽ മുഴുവൻ ഇപ്പം ഡോക്ടർമാരാണ്, ജോലിയില്ല. എന്നിട്ട് വല്ല ഗൾഫിൽ പോയിട്ട് എന്തെല്ലാം ജോലി ചെയ്യും? അതല്ല രാഷ്ട്രം ചെയ്യേണ്ടത്. ഓരോ കുട്ടികളെയും ജനിക്കുമ്പം തന്നെ ഈ കുട്ടികളിലുള്ള കഴിവ് മനസ്സിലാക്കിയിട്ട് രാഷ്ട്രത്തിന് എവിടെ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാഷ്ട്രത്തിനാണ് അവൻ്റെ സേവനം ആവശ്യമുള്ളത്. അപ്പൊ അങ്ങനെയുള്ളൊരു പ്ലാനിങ് വരണം. അതിന് ഭരണത്തിൽ അങ്ങനെയുള്ള ലക്ഷ്യബോധമുള്ളവരെ ഉണ്ടായാൽ അങ്ങനെയുള്ളൊരു ഭരണമാണ് വരാൻ പോകുന്നത്. മഹാഭാരത യുദ്ധത്തിന് ശേഷം അല്ലെങ്കിൽ മൂന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം രാഷ്ട്രം തന്നെ തീരുമാനിക്കും. ഓരോ കുട്ടികൾക്ക് അവനവനുള്ള വാസനകളെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ നിലയിൽ അവരെ പരിപാലിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അതേപോലെ തന്നെ അച്ഛനമ്മമാർ രാഷ്ട്രത്തെ സേവിച്ചവരാണ്. വയസ്സാം കാലത്ത് അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം രാഷ്ട്രത്തിനാണ്. എല്ലാം മക്കൾക്ക് നാളെ ജോലിയുമില്ല, എന്നിട്ട് മക്കള് അച്ഛനമ്മമാരെ എവിടെ പോയിട്ട് സംരക്ഷിക്കാനാണ്? ജോലി മക്കൾക്ക് പോലും അവരുടെ ജീവിതം നിലനിർത്താൻ പറ്റുന്നില്ല. അപ്പൊ ഇതെല്ലാം നമുക്ക് കേൾക്കുമ്പോൾ എന്തെല്ലോ മാതിരിയെല്ലാം തോന്നും. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല, ഒരു രാഷ്ട്രമാണ്. അവിടെയുള്ള പ്രജകളെ എങ്ങനെ അവരുടെ മാൻ പവറാണ് ഏറ്റവും വലിയ മൂലധനം, പണമല്ല. അങ്ങനെയുള്ളൊരു വ്യവസ്ഥിതിയിലേക്കാണ് പോകാൻ പോകുന്നത്. മൂന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം, മഹാഭാരത യുദ്ധത്തിന് ശേഷം എല്ലാവരും അവരവരുടെ കോൺട്രിബ്യൂഷൻ ഒരു കുടുംബത്തിൽ എന്താ ചെയ്യുന്നത്? ഓരോ അവനവരുടെ കഴിവിനനുസരിച്ചാണ് ഒരു കുടുംബത്തിൽ അവർ ചെയ്യുക. ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ചിലപ്പോൾ താല്പര്യമുണ്ട്, എന്നെ കൊണ്ട് ഞാനെന്ത് ചെയ്യാം, ഞാൻ തൂത്ത് വാരിക്കോളാന്ന് പറയും. ചിലവർ പറയാനല്ല, ഞാൻ ഭക്ഷണം ചെയ്തോളാം, ഉണ്ടായിക്കോളാന്ന് പറയും. ചിലവർ പറയാൻ ഞാൻ പോയിട്ട് മറ്റേ വീട്ടിൻ്റെ മുകളിലെല്ലാം ഒന്ന് തുടക്കാമെന്ന് പറയും. അപ്പോൾ ഓരോളെ വാസന അനുസരിച്ച് അവർ ചെയ്യുന്നു. അല്ലാതെ എല്ലാവരും കയറിയിട്ട് എനിക്ക് കുക്കാണെന്നൊന്നും പറയലെന്ന് വെച്ചാൽ പറഞ്ഞാലും പറയായോ അതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. അതാ മറ്റേ ചേച്ചിയായിരിക്കും അല്ലെങ്കിൽ അമ്മയായിരിക്കും നല്ല പ്രിപ്പയർ ചെയ്യുക, അത് അവർ ചെയ്തോളും, ഞാൻ വേണ്ടിയിട്ട് തുടച്ചാലും. അങ്ങനെയുള്ള ഓരോ ആളുടെ കഴിവനുസരിച്ചിട്ടാണ് സമൂഹത്തിൽ ഒരു കുടുംബമാകുമ്പോൾ നാളെ ഓരോ ആളും ജോലി ചെയ്യുന്നത്. അങ്ങനെ രാഷ്ട്രത്തിൻ്റെ ഇതിലാണ് വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് രാഷ്ട്രത്തിൻ്റെ തലവന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. പരീക്ഷിത്ത് ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്.
ഇതൊന്നും നമുക്കിന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. നമ്മുടെ ചിന്താഗതികൾ വേറെന്തെല്ലോ ആണ്. മക്കളെ പോറ്റേണ്ട ഉത്തരവാദിത്തം നമ്മൾ അച്ഛനമ്മമാർക്ക് പൈസ ഉണ്ടാവില്ല, ഒരു ചുക്കും ഉണ്ടാവില്ല, പഠിപ്പിക്കാൻ മകൻ്റെ എളുപ്പം നല്ല വലിയ ശാസ്ത്രജ്ഞനാകാനുള്ള യോഗമുള്ള കഴിവുള്ള മകനായിരിക്കും. പക്ഷെ അച്ഛനമ്മമാർ പൈസയില്ല, അവൻ നാളെ പഠിപ്പിക്കാനും പറ്റില്ല. അപ്പൊ രാഷ്ട്രമാണ് ഇങ്ങനെയുള്ള കഴിവുള്ളവരെ കണ്ടെത്തിയിട്ട് എടുത്തിയാൽ മാത്രമേ രാഷ്ട്രം പുരോഗമിക്കുകയുള്ളൂ. അല്ലാതെ ആരെങ്കിലും അച്ഛനമ്മമാർ എങ്ങനെയല്ലോ എന്തിനെയല്ലോ പിടിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തള്ളിവിട്ട് കഴിഞ്ഞാൽ അവര് സമൂഹത്തിൽ നിന്ന് ഉയരാൻ പോകുന്നില്ല. ആ രാഷ്ട്രത്തിന് ഒരു ചുക്കും കിട്ടാൻ പോകുന്നില്ല. പിന്നെ എന്തെല്ലോ കാട്ടിക്കൂട്ടി അങ്ങനെ പോകുന്നു. ഓരോ ആളും ജനിക്കുമ്പോൾ അവരുടേതായ ഒരു ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി അനുസരിച്ച് രാഷ്ട്രം കണ്ടെത്തി സ്കൂളിൽ നിന്ന് പഠിക്കുന്നിടത്തു നിന്ന് അധ്യാപകന് വേണം തീരുമാനിക്കാൻ. അധ്യാപകർക്ക് പറയും ഇവനെന്താ കഴിവുണ്ട്, പക്ഷെ കഴിവനുസരിച്ചല്ല പൈസ കൊടുക്കേണ്ടത്. ഒരാൾക്ക് പൈസയല്ല പ്രധാനം, കഴിവുണ്ടെങ്കിൽ ആ ഫീൽഡിൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ് പ്രധാനം, പണമല്ല. ശാസ്ത്രം കണ്ടെത്തിയവരൊന്നും പണത്തിന് വേണ്ടിയല്ല പുതിയ ജ്ഞാനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ചില വലിയ ഓട്ടക്കാരികളെല്ലാം ഉണ്ടല്ലോ, നമുക്ക് നോബൽ പ്രൈസ് എല്ലാം എന്താണ് വേൾഡ് മറ്റേ കപ്പിൽ ഫസ്റ്റ് എല്ലാം ആയി തന്നവര്, വേൾഡ് കപ്പിലല്ല ഓട്ടത്തില്, അവരവരുടെ കഴിവ് കൊണ്ട് ഓടി, രാഷ്ട്രം അവരെ ആദരിച്ചു. അല്ലാതെ പണം കിട്ടാൻ വേണ്ടി ഓടി സ്ഥിതിച്ചല്ല. അവരവരുടെ വാസനകളുടെ അതുമാതിരി ശാസ്ത്രജ്ഞന്മാർ പണം നോക്കിയിട്ടല്ല ഗവേഷണത്തിൽ ഇറങ്ങുന്നത്. അപ്പോൾ ഓരോ കഴിവുണ്ട്. ആ കഴിവിലൂടെ വളരുവാനുള്ള സാഹചര്യം രാഷ്ട്രം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ശാസ്ത്രജ്ഞന്മാരും രാഷ്ട്രത്തിന്റെ തലപ്പത്തെത്തും. എല്ലാ ശക്തിമാന്മാരായ വില്ലാളി വീരന്മാരായ അർജുനന്മാരും എല്ലാം അവിടെ എത്തും. അങ്ങനെയാണ് രാഷ്ട്രം പുരോഗമിക്കുക. അങ്ങനെയുള്ളൊരു വ്യവസ്ഥിതിയാണ് ഇവിടെ വരാൻ പോകുന്നത്. മഹാഭാരത യുദ്ധത്തിന് ശേഷം, മൂന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ആര് വിഭാവനം ചെയ്ത ആ ബ്രഹ്മം വിഭാവനം ചെയ്ത അവസാനത്തെ വസുദേവ കുടുംബം. ഇപ്പം വൃദ്ധജനത്തെ ഉപാസന. ഇനി 26 എന്ന് പറയുന്നു ഭൂമിയുടെ ധർമ്മസ്ഥിതിക്കായി കലിയുടെ നിഗ്രഹം. അപ്പോൾ ഭൂമിയുടെ ധർമ്മസ്ഥിതി നിലനിൽക്കാൻ വേണ്ടിയിട്ട് കലിയുഗത്തിൽ കലി എന്ത് ചെയ്തിട്ടുണ്ട്? അധർമ്മികളെ എല്ലാം കൊന്നൊടുക്കിയിട്ടുണ്ട്. ആ ഒരു കഴിവ് മാർക്കുണ്ട് ഈ കക്ഷി. ഈ നേരത്തെ പറഞ്ഞ പരീക്ഷയിൽ നിന്ന് പേര് വന്നില്ല. വിഷ്ണുവിൻ്റെ ആ സന്തതിക്ക്, വിഷ്ണുവിലാൽ ലഭിച്ച ആ സന്തതിക്ക് ഉണ്ടായിരിക്കും. എന്നിട്ട് 27 എന്ന് പറയുന്നു ബ്രാഹ്മണകുമാരനിൽ നിന്നും പ്രേരിതനായ തക്ഷകിയാൽ തൻ്റെ മരണം അടുത്തെന്ന് മനസ്സിലാക്കുമ്പോൾ, ആ കഥയെല്ലാം പിന്നീട് പറയും. ഒരു ബ്രാഹ്മണകുമാരനെ ശപിച്ചിട്ട് തക്ഷൻ കടിക്കും എന്ന് പറഞ്ഞപ്പോൾ തക്ഷൻ വന്നിട്ട് എന്ത് ചെയ്യുന്നു? മരിക്കാൻ പോകുന്നു, അല്ല ഇവനെ കൊല്ലാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ എല്ലാ വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ വേർപെടുത്തി എന്ത് ചെയ്തു? ശ്രീഹരിയുടെ തൃപ്പാദം പ്രാപിക്കും. അവസാനം എന്ത് ചെയ്യും? അങ്ങനെ ഒരു ശാപം മൂലം ഇവൻ ശ്രീഹരിയുടെ ഇതല്ല എവിടെ എഴുതി വച്ചിരിക്കുക, ജാതകത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഇവൻ ജീവിക്കുന്നത്. അപ്പോൾ ഒരാൾ ജനിക്കുമ്പം തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഇവൻ എങ്ങനെയാണ് പോകേണ്ടത്. എന്നിട്ട് 28 ഒടുവിൽ വ്യാസപുത്രനിൽ നിന്ന്, അത് ശുഗനിൽ നിന്നും ബ്രഹ്മതത്വം ഗ്രഹിച്ച് അവസാനം ശുഗനും വരും. എന്നിട്ട് ബ്രഹ്മതത്വം ഇതെല്ലാം എഴുതി വെച്ചിരിക്കുക. അത് പ്രകാരമാണ് സംഭവിച്ചിരിക്കുന്നത്. അല്ലാതെ ഇതൊന്നും ആക്സിഡൻ്റലായിട്ട് സംഭവിച്ചില്ല. ഇവരുടെ ജാതകത്തിൽ എഴുതി വെച്ചിരിക്കുക. ആര്? വ്യാസന്റെ മകൻ വന്നിട്ട് ബ്രഹ്മതത്വം ഉപേക്ഷിക്കണം, എന്നിട്ട് ഗംഗാ നദീ തീരത്ത് വെച്ച് ശരീരം ഉപേക്ഷിച്ചിട്ട് പരമാത്മപദം പോകും എന്ന്. അപ്പോൾ അവസാനം വരെയുള്ള കാര്യം ജാതകത്തിലുണ്ട്. ആ ജാതകത്തിലുള്ള വഴിയേ നമ്മൾ പോകുള്ളൂ. നമ്മളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ്. നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ഈ കുറേ കർമ്മങ്ങൾ, അതായത് കൃതയുഗം തുടങ്ങി ഒരു സുന്ദരമായ വസുദേവ കുടുംബം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ ആൾ അതിൽ ആ കർമ്മത്തിലേക്ക് വേണ്ടിയിട്ടാണ് ജനിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ എങ്ങനെയെല്ലാം ജീവിക്കണം ആദ്യം തൊട്ട് അവസാനം വരെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കയറിയിട്ട് വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല.
നമ്മൾ പോകേണ്ട വഴിയിലൂടെ അങ്ങനെ പോകും. ഒരാള് ആ ശക്തിയോട് പൂജിക്കേണ്ട ഭക്തിയെ പറ്റി അങ്ങോട്ട് കയറിയിട്ട് എന്നെ രക്ഷിക്കണമെന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഇതെല്ലാം എഴുതി വെച്ചിരിക്കുക, ഇങ്ങനെ പോകുന്നുള്ളൂ. നമ്മൾ നമ്മളെ കർമ്മം ചെയ്തങ്ങ് കൊടുത്തേക്കും. അതിൽ കൂടുതൽ ഒന്നും നമ്മൾ ചെയ്യേണ്ട. ചെയ്താലൊരു ചുക്കും കിട്ടാനും പോകുന്നില്ല. ഇതാണ് ഈ ഭാഗവതം ഇതുവരെ പറഞ്ഞുകൊണ്ട് വരുന്നതിൻ്റെ ആന്തരിക അർത്ഥം. ഇനി 29. ജാതകശാസ്ത്രത്തിൽ പണ്ഡിതരായ ബ്രാഹ്മണർ ഇപ്രകാരം പറഞ്ഞതിന് ശേഷം സംഭാവനകൾ വാങ്ങി താങ്കളുടെ ഗൃഹത്തിലേക്ക്, അവരവരുടെ സംഭാവനയും വാങ്ങിയിട്ട് അവരവരുടെ ഗൃഹത്തിലേക്ക്, ജ്യോതിഷത്തിൽ ഇവൻ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ട് അവരവരുടെ ഗൃഹത്തിലേക്ക് പോയി. ഇനി 30 ഗർഭത്തിൽ കണ്ട ആ രൂപം ലോകത്തിലെ മനുഷ്യരിൽ അവൻ പരീക്ഷിച്ചു. അപ്പം ഗർഭത്തിൽ കണ്ട ആ രൂപം, ആ ബ്രഹ്മത്തെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരിലും അവൻ പരീക്ഷിച്ചു. അതായത് അവൻ്റെ ശ്രദ്ധ എന്തായിരുന്നു? ബ്രഹ്മമാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും. ആ ബ്രഹ്മം നിർദ്ദേശിക്കുന്ന പോലെയാണ് എല്ലാ വസ്തുക്കളും അവരുടെ കർമ്മം ചെയ്യുന്നത് എന്നുള്ള തത്വം അവൻ പരീക്ഷിച്ചത് കൊണ്ടാണ്. എല്ലാവരും പരിശോധിച്ചു. ഈ ബ്രഹ്മ ഇവിടെ, അതായത് പ്രമോദം ഉണ്ടെങ്കിൽ പ്രമോദിനെ പരിശോധിക്കും. ആ ബ്രഹ്മ ഈ പ്രമോദമായിട്ട് വന്നിട്ട് എന്തെല്ലാം കർമ്മം ചെയ്യുന്നത്, ഇന്നെല്ലാം ചെയ്തു കൂട്ടിയാണ് എന്ന നിലയിൽ അവൻ ഓരോന്നിലും ബ്രഹ്മം വന്നിട്ട് ചെയ്യുന്നതായിട്ട് അവൻ ദർശിച്ചു. എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിച്ചു. അതുകൊണ്ട് ആ പരീക്ഷണമാണ് അവൻ നടത്തിക്കൊണ്ടിരുന്നത്. ഇതെല്ലാം ചെയ്യുന്ന അവൻ, കാരണം അവനറിയാം എല്ലാം അത് തീരുമാനിച്ചവനെയാണ് ഇവിടെ നടക്കുന്നത്. ഇനി രാജാവെന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ടത് ചെയ്തു കൊടുക്കുക. അങ്ങനെ തന്നെയാണോ എല്ലാവരും ചെയ്യുന്നത് എന്ന് മാത്രമേ അദ്ദേഹം നോക്കിയുള്ളൂ. ബ്രഹ്മത്തിനനുസരിച്ചാണോ, ബ്രഹ്മം തീരുമാനിച്ചനുസരിച്ചാണോ എല്ലാവരും കർമ്മം ചെയ്യുന്നത്? വല്ലവരും അതിനെതിരായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ജോലിയാണ് അവനെ ശരിയാക്കേണ്ടത്, അവനെ നേരായ വഴിക്ക് നയിക്കേണ്ടത്. ആ തരത്തിൽ അവൻ പരീക്ഷിച്ചിട്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ് അവന് പരീക്ഷിത്ത് എന്ന പേര് വന്നത്. അങ്ങനെയാണ് പേര് കിട്ടിയത്. കാരണം ബ്രഹ്മത്തിന് ഒരു ലക്ഷ്യമുണ്ട്, ഒരു സുന്ദരമായ വസുദേവ കുടുംബം ഉണ്ടാക്കാൻ. എല്ലാവരും ഒരു കുടുംബത്തിലെ അങ്ങനത്തെ പോലെ ഉച്ചനീചത്വം ഇല്ലാതെ, ജാതിമത ചിന്തകളില്ലാതെ എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ പോവുകയാണ് ബ്രഹ്മത്തിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ തന്നെയാണോ ഇവിടെയുള്ള ഓരോ പ്രജകളും വസ്തുക്കളും എല്ലാം പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിച്ചു നോക്കിക്കൊണ്ട് കർമ്മം ചെയ്തു. അതുകൊണ്ട് അതിന് പരീക്ഷിച്ചത് എന്ന് പേരും കിട്ടി. ഇത് 31 പറയുന്നു, ആ രജപുത്രൻ പിതാക്കന്മാരാൽ പോഷിക്കപ്പെട്ട്, വീട്ടുകാരെല്ലാം അമ്മയെല്ലാം കൂടിയിട്ടാണല്ലോ പോഷിപ്പിക്കുക, കുട്ടീനെ പോഷിപ്പിക്കപ്പെട്ട് വെളുത്ത പക്ഷത്തിലെ ചന്ദ്രനെ പോലെ. വെളുത്ത പക്ഷത്തിലെ ചന്ദ്രൻ എങ്ങനെയാണ്? ചന്ദ്രൻ വലുതായി വരും, ഓരോ ദിവസവും കഴിയുമ്പോൾ തിളങ്ങി വരും. കറുത്ത പക്ഷം എന്ന് പറഞ്ഞാൽ ചെറുതായി തീരും. ആകാശത്തിൽ നോക്കുമ്പോൾ ചിലപ്പോൾ ചന്ദ്രൻ വലുതായി വെളുത്ത പക്ഷമാകുമല്ലോ. അതേപോലെ കുട്ടി ഓരോ ദിവസവും കഴിയുമ്പോൾ പ്രഭയോടുകൂടി വളർന്ന് വരികയാണ്. അപ്പം അതിൻ്റെ അർത്ഥം മഹാഭാരത യുദ്ധത്തിന് ശേഷം സുന്ദരമായൊരു ലോകമുണ്ടാകണമല്ലോ. പക്ഷേ എല്ലാം തുഴഞ്ഞു കിടക്കുകയാണ്. ഭർത്താക്കന്മാരെല്ലാം മരിച്ച്, മക്കളെല്ലാം മരിച്ച്, കുറേ വിധവകൾ, ഇവരെല്ലാം കൊണ്ടുപോയിട്ട് നീ സംരക്ഷിക്കുന്നതാണ് യുധിഷ്ഠിരനോട് പറഞ്ഞത് ഭീഷ്മർ. നിന്റെ ജോലി ഇതാണ്. ഞാൻ ഈ അധർമ്മികളുടെ കൂട്ടത്തിൽ കൂടി എന്തെല്ലോ ചെയ്തു, നീ യുദ്ധം ചെയ്തു, ഇവരെല്ലാം കൊന്നു. ഇനി എനിക്ക് കുറേ ഇങ്ങനെയുള്ള ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്, വിധവകളെയും മറ്റേതെല്ലാമായിട്ട്. അധികം വിധവകളെല്ലാം തന്നെയായിരിക്കും, സ്ത്രീകളായിരിക്കും. ഭർത്താക്കന്മാരുടെ യുദ്ധത്തിൽ ചത്തിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം കൊണ്ടായിട്ട് നീ പരിപാലിക്കുന്നതാണ് പറഞ്ഞത്. അപ്പം ധർമ്മപുത്രർ പിന്നെ ഒരു പുതിയ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ ശ്രമിക്കുക. ഈ തലമുറയാണല്ലോ പരീക്ഷിച്ചത്. പക്ഷെ എങ്ങനെയാണത് വികസിച്ചു വന്നത്? വെളുത്ത പക്ഷത്തിലെ ചന്ദ്രനെ പോലെ ഓരോ സമയം കഴിയുമ്പോൾ ആ തലമുറകൾ വളർന്നു വരുമ്പോൾ പുതിയ തലമുറ വരികയില്ലേ, ശോഭനമായ ഒരു പുത്രനായിട്ടാണ് മാറാൻ പോകുന്നത് പോലെ വളർന്നു വന്നു.
ഇനി 32, സ്വജന ഹത്യാ പാപം തീർക്കാൻ. പക്ഷെ എന്നാലും ധർമ്മപുത്രർക്ക് എന്തെല്ലോ സ്വന്തം കാര്യങ്ങളിൽ വേറെ ഒന്നിലും താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്തെങ്കിലും പറയണ്ടേ? രാജാവിൻ്റെ പ്രത്യേകത എന്താ? സ്വന്തം കാര്യത്തിന് ഒന്നും പണം ചെലവിട്ടുകൂടാ. സ്വന്തം കാര്യം നോക്കാൻ പാടില്ല. രാജാവിന് എന്തേ താല്പര്യം ഉണ്ടാകുള്ളൂ? ലോക കാര്യം മാത്രം. സ്വന്തം കാര്യത്തിൽ ഒരു താല്പര്യമുണ്ട്. എന്നാലും സ്വന്തം കാര്യം പറയാൻ വേണ്ടി ഇവിടെ എന്ത് പറഞ്ഞു? സ്വജനഹത്യാ പാപം തീർക്കാൻ വേണ്ടിയിട്ട് യുധിഷ്ഠിരൻ അശ്വമേധയാഗം നടത്തുവാൻ തീരുമാനിച്ചു. അത് വ്യക്തിപരമായ കാര്യമാണ്. തൻ്റെ പാപം തീർക്കാൻ വേണ്ടിയിട്ട്, പാപമോചനത്തിന് വേണ്ടി. ഞാൻ കുറേ ആളെല്ലാം കൊന്നല്ല. അവൻ്റെ മനസ്സിലെപ്പോഴും ഈ പ്രശ്നമുണ്ട് യുധിഷ്ഠിരൻ്റെ. അതുകൊണ്ട് അശ്വമേധയാഗം നടത്തുന്നു. അശ്വമേധയാഗം നടത്താൻ വേണ്ടിയിട്ട് നികുതി പണമൊന്നും എടുക്കുന്നില്ല, രാഷ്ട്രത്തിൻ്റെ പണം എടുക്കുന്നില്ല. അത് അവൻ്റെ സ്വന്തം കാര്യമാണ്. രാഷ്ട്രത്തിൻ്റെ പണമൊന്നും അവൻ്റെ അശ്വമേധയാഗം, അവൻ്റെ പാപം തീർച്ച. പാപം ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്? രാഷ്ട്രത്തിന് വേണ്ടിയാണ് ചെയ്തത്. ഈ ജനങ്ങളെല്ലാം കൊന്ന എന്തിനാണ്? ബന്ധുക്കളെയെല്ലാം. ഇത്തരം ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കുന്നത്. എന്നിട്ടും ആ പാപം സ്വയം രാജാവ് എൻ്റെ വ്യക്തിപരമായ കാര്യമാണെന്ന് കണ്ടുകൊണ്ട് ആ ഭരണാധികാരി എന്ത് ചെയ്യുകയാണ്? നികുതിയും ആരെങ്കിലും പിഴ ചെയ്ത നികുതി ഇതൊന്നും എടുക്കാതെ എങ്ങനെ പണം ഉണ്ടാക്കാമെന്ന് ഇരുന്ന് ചിന്തിച്ചു. എനിക്ക് പണവുമില്ല, എൻ്റെ പാപം തീർക്കാൻ വേണ്ടി ഒരു അശ്വമേധയാഗം നടക്കണം. അതിന് എവിടുന്ന് പണം ഉണ്ടാക്കും? രാജാവാണ് ചോദിക്കുന്നത്. രാജാവിൻ്റെ കയ്യിൽ പൈസയില്ല. കാരണം ഈ പൈസ മുഴുവൻ ജനത്തിനുള്ളതാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഉണ്ടാകാൻ പോകുന്ന വ്യവസ്ഥിതി എങ്ങനെയാണ്. നമ്മൾ ഇന്നത്തെ കാലത്തിലോ തൻ്റെ സുഖത്തിന് വേണ്ടി എന്തെല്ലാം കാട്ടിക്കൂട്ടാമോ അതെല്ലാം ഗവൺമെൻറ് പണം സ്വന്തം ആവശ്യത്തിനും സ്വന്തം വീട്ടുകാർക്കും നല്ല സ്വന്തം ആൾക്കാർക്കെല്ലാം ഉപയോഗിക്കും. എന്നിട്ട് നാട് നന്നാക്കാൻ വേണ്ടിയിട്ട് പണമില്ല. അങ്ങനെയുള്ള ഒരു വ്യവസ്ഥിതിയല്ല വരാൻ പോകുന്നത്. ഈ 3-ാം ലോക മഹായുദ്ധത്തിന് ശേഷം, അതായത് മഹാഭാരത യുദ്ധത്തിന് ശേഷം, ധർമ്മപുത്രർക്ക് പണമില്ല, അശ്വമേധയാഗം നടത്തണം താൻ ചെയ്ത പാപത്തിന്. അപ്പോൾ ഇരുന്ന് ആലോചിച്ചു. അപ്പോൾ 33 അതറിഞ്ഞപ്പോൾ കൃഷ്ണനും സഹോദരങ്ങളും കൃഷ്ണനുമായിട്ടുള്ള സംസാരിച്ച് എന്ത് ചെയ്യും? ജ്യേഷ്ഠന് പണമില്ല എന്ന് പറയാണ്. കാരണം ഗവൺമെൻറ്റിന് പണം എടുക്കാൻ പറ്റില്ല. അപ്പം കൃഷ്ണൻ പറഞ്ഞു, വടക്ക് ഭാഗത്ത് പണ്ടാരോ കർമ്മം ചെയ്ത കുറച്ച് പണമെല്ലാം യാഗം നടത്തിയിട്ടാണ് ഇട്ടേച്ച് പോയിട്ടുണ്ട്, അത് പോയി എടുത്തുകൊണ്ട്. അതായത് സഹോദരങ്ങളെ വടക്ക് ദേശത്തേക്ക് പോയിട്ട് അവിടെ വെറുതെ കിടക്കുന്ന ചില സാധനങ്ങളെല്ലാം എടുത്ത്, അവിടെ കിട്ടുന്ന ധനങ്ങളെല്ലാം പണ്ട് ചിലവർ യജ്ഞം നടത്തിയിട്ട് അവിടെ കളഞ്ഞ ശിഷ്ടമെല്ലാം കുറേ സ്വർണങ്ങളെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്തു വന്നു. അതായത് രാജ്യത്തിലെ പണം ഉപയോഗിക്കാതെ സഹോദരങ്ങളെല്ലാം കൂടി വേറെ ദേശത്ത് പോയി അധ്വാനിച്ച് അവിടെ നിന്ന് പണം ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്നു. എന്നിട്ട് അശ്വമേധയാഗം നടത്തി. ആരാണ് ഉപദേശിച്ചു കൊടുത്ത? കൃഷ്ണൻ. 34-ലും 35-ലും അങ്ങനെ 3 അശ്വമേധയാഗങ്ങൾ നടത്തി. ഈ അശ്വമേധയാഗം നടത്താൻ വേണ്ടിയിട്ട് 35-ൽ എന്ത് പറയുന്നു? കൃഷ്ണൻ അവരെല്ലാം അവിടുത്തെ രാജാവിനാൽ ക്ഷണിക്കപ്പെട്ട് കൃഷ്ണനെ മേൽനോട്ടം വഹിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണനെ ശ്രമിച്ചു. അപ്പം കൃഷ്ണൻ ബ്രാഹ്മണരെ കൊണ്ട് രാജാവിനാൽ യാഗം ചെയ്യിപ്പിച്ചു. ഈ രാജാവിനെ കൊണ്ട് വേറെ ബ്രാഹ്മണരെല്ലാം ചെയ്യേണ്ട തരത്തിൽ, അതായത് ബുദ്ധിമാന്മാർ കർമ്മം ചെയ്യാൻ പ്രാപ്തരായവരെ കൊണ്ടാണ് ഇത് ചെയ്യിപ്പിച്ചത്. അശ്വമേധയാഗം നടത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ രാമൻ്റെ കഥയിൽ കണ്ടിട്ടുണ്ട്. ഒരു കുതിരയെ യാഗാശ്വത്തെ പുറത്തേക്ക് വിടുക. യാഗാശ്വം എന്ന് പറഞ്ഞാൽ അശ്വം കുതിരയാണല്ലോ, യാഗാശ്വം. ആ കുതിര സമാധാനത്തിൻ്റെ കുതിരയാണ്. സമാധാനപരമായിട്ട് ചുറ്റുമുള്ള രാജ്യങ്ങളെ മുഴുവൻ അതിലേക്ക് ചേർക്കുക.
ഇങ്ങനെ മൂന്നാം ലോകമഹായുദ്ധം നടന്നു കഴിഞ്ഞാൽ, മഹാഭാരത യുദ്ധം അല്ലെങ്കിൽ മൂന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞാൽ അതിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട ചില ഏതെങ്കിലും ഒരു ഭരണത്തിൻ്റെ കീഴിലാണല്ലോ വരിക, ഒരു പക്ഷത്തിൻ്റെ. ആ പക്ഷത്തിൻ്റെ കീഴിൽ വരുമ്പോഴും കുറേ രാജ്യങ്ങൾ വിട്ടുകിടക്കുന്നുണ്ടാവും. ഒരു വസുദേവ കുടുംബമാണ്. അപ്പം അവരെയെല്ലാം ഇതിനോട് ചേർക്കണം. അത് യുദ്ധത്തിലൂടെ ആകേണ്ട ആവശ്യമില്ല. കാരണം ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരെല്ലാം അപ്പുറം ഇപ്പുറം ഇല്ലാതെ നിൽക്കുന്ന കുറച്ച് ചോട്ട രാജ്യങ്ങളെല്ലാം ഉണ്ടാവും. ഈ ജയിച്ച പാർട്ടീൻ്റെ അടുത്ത് പിന്നെ കൂടി ചേർന്നേ പറ്റൂ. അതിന് പിന്നെ പോയിട്ട് അവരെ ആക്രമിച്ച് യോജിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഒരു കുതിരയെ പറഞ്ഞു വിടുന്നു. കുതിര എന്നത് പറഞ്ഞത് ശക്തിയുടെ പ്രതീകമാണ്. വേദത്തിൽ കുതിര എന്ന് പറയുന്നത് ഹോഴ്സ് പവറാണ്, ഹോഴ്സാണ്, എല്ലാം ഒരു ശക്തിയുടെ പ്രതീകമാണ്. വെള്ളക്കുതിരയാണെങ്കിൽ സമാധാനത്തിൻ്റെയാണ്. അതായത് സമാധാനപരമായിട്ട് എല്ലാവരും നമ്മളതുമായി ചേരുക എന്ന ലക്ഷ്യത്തോടു കൂടി കുതിരയെ പറഞ്ഞു വിടും ഓരോ ദിക്കിലും. അങ്ങനെ വിടുമ്പോൾ ഈ കുതിര എവിടെയെല്ലാം പോകുന്നുണ്ടോ, മറ്റുള്ള രാജ്യത്താണല്ലോ കയറി പോകുക. അവരൊന്നും അതിനെ എതിർത്തിട്ടില്ലെങ്കിൽ അവരെല്ലാം സ്വീകരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു വ്യവസ്ഥിതിയിലേക്ക് വരും. ഈ മൂന്നാം ലോകമഹായുദ്ധം കഴിയുമ്പോൾ ജയിക്കുന്ന പക്ഷമുണ്ടല്ലോ, ആ പക്ഷത്തു നിന്ന് വേർപെട്ട കുറേ പേരുണ്ടാവുമല്ലോ. അവരെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഭയം കൊണ്ടാണെങ്കിൽ എന്തോ കൊണ്ടാണെങ്കിൽ ഇവരോട് അങ്ങ് കൂടേണ്ട ഒരവസ്ഥ വരും. അപ്പോൾ യുദ്ധാവശ്യമില്ല. വാളും എടുത്ത് പോയി പിടിക്കണ്ട. എല്ലാ തന്നെ മാന്യമായ നിലയിൽ അവരോടെല്ലാം ഇതിലുമായിട്ട് ഇനി ഇതിൻ്റെ പിന്നാലെ കൂടിക്കൊള്ളുക എന്ന നിലയിൽ കുതിര പോകുന്നിടത്തെല്ലാം ഏതെങ്കിലും ആരെങ്കിലും എതിർക്കാൻ നിന്നിനെങ്കിൽ മാത്രമേ അവിടെ പോയിട്ട് അറ്റാക്ക് ചെയ്ത് ചേർക്കുകയുള്ളൂ. ഇതാണ് അശ്വമേധയാഗം. അപ്പോൾ ധർമ്മപുത്രരുടെ ജോലിയാണ് ഒരു വ്യവസ്ഥിതി ജയിച്ച സ്ഥലത്ത് ഒരു സെറ്റപ്പ് ഉണ്ടാക്കി, അതേസമയം തന്നെ ഇതിൻ്റെ പുറത്ത് ആരെല്ലാമോ ഉണ്ടോ, മറ്റുള്ള രാജ്യങ്ങളും എല്ലാം ഉണ്ട്, അവരെയെല്ലാം തന്ത്രപൂർവ്വം സമാധാനപരമായി, പിന്നെ അവരൊന്നും ഏറ്റുമുട്ടാനും നിൽക്കില്ല, അതിലും ചെറിയ ചുവള് രാജ്യങ്ങളായിരിക്കും, അവരും ഈ ഒരു വ്യവസ്ഥിതിയിലേക്ക് കയറി വരും. അപ്പോൾ ലോകം മുഴുവൻ ഒന്നായി മാറും. ഇതാണ് അശ്വമേധയാഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമാധാനപരമായിട്ട് അടുത്തുള്ള രാഷ്ട്രങ്ങളെയെല്ലാം ഇതുമായിട്ട് ചേർക്കുക, എതിർക്കുന്നവനെ മാത്രം കാരണം അധികം ആളെ കൊല്ലാതെ കാര്യങ്ങൾ പിന്നെ നടക്കും. കാരണം ഇവരുടെ ശക്തി ലോകം മുഴുവൻ, ഇവരുടെ പ്രശസ്തിയെല്ലാം ആകുമ്പോൾ ക്രമത്തിൽ എല്ലാവരും പിന്നെ ഇതിനകത്ത് വന്ന് ലോകം മുഴുവൻ ഒന്നാകും. അങ്ങനെയാണ് ഒരു വസുദേവ കുടുംബമായിട്ട് മാറുന്നത്. അതിനും നേതൃത്വം കൊടുക്കുന്ന ആരാണ്? ഈ കൃഷ്ണൻ തന്നെയാണ്. ബുദ്ധിമാന്മാരെ വെച്ചുകൊണ്ടാണ്, അതുകൊണ്ടാണ് ബ്രാഹ്മണരെ വെച്ചുകൊണ്ടാണ് ധർമ്മപുത്ര സഹോദരങ്ങളും ഉണ്ട്. ബ്രാഹ്മണരെ കൊണ്ടാണ് ഈ യാഗം ചെയ്തിരുന്നത്. അതായത് ബുദ്ധിപരമായി തന്ത്രം ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള രാജ്യങ്ങളെയെല്ലാം തന്നെ ഇതോട് ചേർന്നു. അതാണ് അശ്വമേധ യാഗം. അതോടുകൂടി അപ്പോൾ അതിലും കൃഷ്ണനാണ് നേതൃത്വം ഏറ്റെടുക്കുന്നത്. ഈ ധർമ്മപുത്രരെ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. നമുക്കറിയാലോ, യുദ്ധം ചെയ്യുമ്പോൾ രണ്ട് പക്ഷമായിട്ട് ലോകം തിരികെയല്ല. അപ്പോൾ ഒരു വിഭാഗം ചെയ്യുമ്പോൾ മറ്റേ തോറ്റ പക്ഷത്തിലെ ആൾക്കാരൊന്നും മാറി മാറി ദൂരെ നിൽക്കുന്നുണ്ടാവും ഇവരോട് ചേരാതെ. അപ്പോൾ ഇതേമാതിരി കഥയിൽ വരുമ്പോൾ കുതിര തന്നെ ബലമുള്ള ഒരു കുതിര, ശാന്തി സമാധാനപരമായിട്ടാണ് നമ്മളെ കുതിര പോകുന്നിടത്തുനിന്നെല്ലാം നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ, ഇങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ ശരി, കുഴപ്പമില്ല. എതിർക്കുകയാണെങ്കിൽ നിങ്ങൾ നമ്മൾ, അപ്പോൾ അത് പറയുമ്പോൾ തന്നെ എല്ലാവരും പിന്നെ ഈ വഴിക്ക് വന്നോളും, ഒന്നായി മാറും. വേദവ്യാസം തന്ത്രപൂർവ്വം എല്ലാം ഭംഗ്യന്തരേണയെല്ലാം പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. അങ്ങനെ കൃഷ്ണൻ അതും കൂടിയേ സാധിപ്പിച്ചെടുത്തു. ലോകത്തെ മുഴുവൻ ഒന്നാക്കി തന്ത്രപൂർവ്വം, ബലമൊന്നും പ്രയോഗിക്കാതെ. ചിലയിടത്ത് ചിലപ്പം ബലം ആരും പിന്നെ ബലം പ്രയോഗിക്കലൊന്നും നിൽക്കില്ല. എല്ലാവരും അതിൻ്റെ ആവശ്യത്തേക്ക് ചേർന്നോളും. ഏത് ചോട്ട രാജ്യങ്ങളും ഭയം, പേടി. കാരണം ഇപ്പോൾ ഉദാഹരണത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, ചിന്തിച്ചാൽ മതി. കാരണം ഇന്നുള്ള ലോകക്രമത്തിൽ തന്നെ
ഒരു രാജ്യം വളരെ എല്ലാവരെയും നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ആരാണെന്ന് ചിന്തിച്ചു നോക്കുക. നാളെ അവര് ജയിച്ചങ്ങ് വരികയാണെങ്കിൽ എല്ലാവരും പിന്നെ അവരുടെ പക്ഷത്തേക്ക് വരും. സംശയമൊന്നും വേണ്ട, എല്ലാവരും അതിൻ്റെ പക്ഷത്തേക്ക് തന്നെ വരും. ഒരു സംശയവും വേണ്ട. അങ്ങനെ ഒരു ലോകമാണാകാൻ പോകുന്നത്. അത് തന്നെയാണ് വസുദേവ കുടുംബം. അത് തന്നെയാണ് 3 അശ്വമേധ യാഗങ്ങൾ നടത്തേണ്ടി വരും. അതിലൂടെയാണ് ലോകമെല്ലാം ഒന്നാകുന്നത്. എന്നിട്ട് അപ്പോഴത് ബുദ്ധി ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതാണ് ബ്രാഹ്മണരെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് തന്ത്രവും ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് മറ്റുള്ളവരെ മാറി നിൽക്കുന്നവരെയെല്ലാം ചേർക്കേണ്ടത്. എന്നിട്ട് പിന്നെ രാജാവും ദ്രൗപദിയെല്ലാം കൃഷ്ണനെ പോകാനുള്ള കുറച്ചു കാലം കൃഷ്ണൻ അവിടെ താമസിച്ചു. എന്തിനാ? ഇതെല്ലാം ഒരു സ്റ്റഡിയാകുന്നത് വരെ എല്ലാം കൃഷ്ണനാണ്. എന്നിട്ട് പിന്നെ ദ്രൗപദിയെ രാജാവ് എല്ലാം സമ്മതപ്രകാരം എന്തു ചെയ്തു? ദ്വാരകയിലേക്ക് പോയി. കൂടെ ആരെയും കൂട്ടി? അർജുനനെയും കൂട്ടി. കൃഷ്ണൻ അർജുനനെയും കൂട്ടിയിട്ടാണ് പോയത്. ഇനിയിപ്പോൾ അർജുനൻ്റെ ആവശ്യമൊന്നുമില്ല, ലോകം മുഴുവൻ ഒന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ദ്വാരകയിൽ ഈ അർജുനന് ചെയ്യേണ്ട വേറെ കുറച്ച് കർമ്മം വരാൻ പോകുന്നുണ്ട്. കാരണം നല്ലൊരു യുഗം വന്നു. നല്ലൊരു യുഗമെല്ലാം വന്ന് ലോകമെല്ലാം ഒന്നായി മാറി. ഇനി കാലം പോകുന്ന കാലത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? അന്ന് ആ ഗോത്ര കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങി പുരോഗതി വെച്ച് നല്ലൊരു സുന്ദരമായ കെട്ടിടങ്ങളും എല്ലാമായിട്ട് സുന്ദരമായ ലോകം ഉണ്ടാക്കുന്നു. എല്ലാ ജ്ഞാനവും തികയുന്നു. ജനങ്ങളെല്ലാം ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ബ്രഹ്മത്തിൻ്റെ കാര്യവും അവൻ്റെ ലക്ഷ്യവും കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇനി പൊളിച്ചിട്ട് ആദ്യം ഉണ്ടാക്കുകയാണ്. പൊളിക്കുമ്പോൾ കുറേ കർമ്മങ്ങളുണ്ട്. അതും നേതൃത്വം എടുക്കേണ്ടത് ആരാണ്? ധീരരായ വ്യക്തികളാണ്. അപ്പോഴേക്ക് കാലും അങ്ങ് പോകും, കൃഷ്ണനും പോകും. കാരണം കൃഷ്ണനും എല്ലാം സാധിപ്പിച്ചു കഴിഞ്ഞു. ഇനി കൃഷ്ണനും പോകേണ്ട സമയമായി. ഇതിനാണ് കൃഷ്ണൻ വന്നിരുന്നത്, ഈ ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കാൻ. ഇനി പ്രളയത്തിലൂടെ എല്ലാം നശിച്ച് അടിച്ച് കളയേണ്ട സമയമാകാൻ പോവുകയാണ്. അപ്പം കുറേ പേര് രക്ഷപ്പെടുന്നവരിലൂടെ വേണം പിന്നെ ആദ്യം ഇതൊന്നേന്ന് തുടങ്ങാൻ, കൃതയുഗത്തുനിന്ന്. അപ്പം അതിനെ നേതൃത്വം എടുക്കാനുള്ള കക്ഷികളെല്ലാം വേണം. അപ്പോൾ അവിടെ ആരെ ആവശ്യമുണ്ട്? കൃഷ്ണൻ ആരെ സഹായം ആവശ്യമുണ്ട്? അർജുനൻ്റെ സഹായം ആവശ്യമുണ്ട്. അർജുനനെ കൊണ്ട് അങ്ങനത്തെ കാര്യമെല്ലാം ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അർജുനനെയും കൂട്ടിയിട്ട് കൃഷ്ണൻ ദ്വാരകയിലേക്ക് പോയി.